നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതിൽ ഒരു കാര്യം അമേരിക്കയുടെ വർക്ക് വിസയായ H1B വിസയാണ്. അങ്ങനെ ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം H1B വിസയുടെ ഉപഭോക്താക്കളിൽ അധികവും ഇന്ത്യക്കാരാണെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. വലിയ വലിയ മാറ്റങ്ങളാണ് H1B വിസയുടെ പേരിൽ അമേരിക്ക കൊണ്ടുവന്നത്. അതിൽ ഒന്നാമത്തേത് H1B വിസയുടെ ഫീസ് 1 ലക്ഷമായി ഉയർത്തിയതാണ്. രണ്ടാമത്തേത് മുമ്പത്തെക്കാലം H1B വിസ വെട്ടിക്കുറച്ചു. ഇനി മൂന്നാമത്തേതിലേക്ക് വന്നാൽ മാസങ്ങളോളം വർഷങ്ങളോളം H1B വിസയുടെ അഭിമുഖങ്ങൾ നീളുന്നു. എന്തായാലും H1B വിസയുടെ കാര്യത്തിൽ ഇപ്പോഴും ചില അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുകയാണ്. അമേരിക്കയുടെ താൽക്കാലിക വർക്ക് വിസയായ H1B വിസയുടെ 2027 സാമ്പത്തിക വർഷത്തേക്കുള്ള രജിസ്ട്രേഷൻ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് സുപ്രധാനമായ മാറ്റങ്ങളാണ് ഇത്തവണത്തെ വിസ സൈക്കിളിൽ ഉണ്ടായിരിക്കുന്നത്. മാർച്ച് 4 ആരംഭിച്ച പ്രാരംഭ രജിസ്ട്രേഷൻ മാർച്ച് 19 വരെ നീണ്ടു നിൽക്കും. ഇക്കാലയളവിൽ വിദേശികളായ കഴിവുള്ള പ്രൊഫഷണലുകളെ സ്പോൺസർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അമേരിക്കയിലെ കമ്പനികൾക്ക് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസിന്റെ ഓൺലൈൻ സംവിധാനത്തിലൂടെ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. H1B വിസ ഫീസ് $1 ലക്ഷം ആക്കിയ ശേഷമുള്ള ആദ്യ രജിസ്ട്രേഷനാണ് ഇപ്പോൾ നടക്കുന്നത്. മാർച്ച് 4 പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 12 മണിക്ക് H1B വിസ രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. മാർച്ച് 19 പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 12 മണിക്ക് രജിസ്ട്രേഷൻ അവസാനിക്കും. ഈ 14 ദിവസത്തിനുള്ളിൽ കമ്പനികൾക്ക് തങ്ങളുടെ ഉദ്യോഗാർത്ഥികൾക്കായി ഓൺലൈൻ പോർട്ടൽ വഴി രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. താമസിച്ച് സമർപ്പിക്കുന്ന അപേക്ഷകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കില്ല. കൂടാതെ ആദ്യം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് പ്രത്യേക മുൻഗണന ഒന്നുമില്ല. മാർച്ച് 31 തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ വിവരങ്ങൾ US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് പ്രസിദ്ധീകരിക്കും. ഓരോ ഗുണഭോക്താവിനും $215 ആണ് രജിസ്ട്രേഷൻ ഫീസ്. ഇത് തിരികെ ലഭിക്കാത്ത തുകയാണ്. കമ്പനിയോ അവരുടെ പ്രതിനിധിയോ US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസിൽ ഒരു ഓൺലൈൻ അക്കൗണ്ട് തുടങ്ങണം. കമ്പനിയുടെ വിവരങ്ങളും ഉദ്യോഗാർത്ഥിയുടെ വിവരങ്ങളും, അതായത് പേര്, ജനനതീയതി, പാസ്പോർട്ട് നമ്പർ തുടങ്ങിയവ രേഖപ്പെടുത്തണം. തുടർന്ന് ഫീസായ $215 ഓൺലൈനായി അടയ്ക്കണം. തട്ടിപ്പുകൾ ഒഴിവാക്കുന്നതിനായി 2025 സാമ്പത്തിക വർഷം മുതൽ US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് പുതിയ രീതിയാണ് അവലംബിക്കുന്നത്. ഒരാൾക്ക് വേണ്ടി ഒന്നിലധികം തൊഴിലുടമകൾ രജിസ്റ്റർ ചെയ്താലും ഒരു വ്യക്തിയെ ഒരു യൂണിറ്റായി മാത്രമേ സെലക്ഷൻ പ്രക്രിയയിൽ കണക്കാക്കൂ. തെരഞ്ഞെടുക്കപ്പെട്ടാൽ ആ വ്യക്തിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്ത ഏത് തൊഴിലുടമയ്ക്കും വിസാപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. രജിസ്ട്രേഷൻ സമയത്ത് ഗുണഭോക്താവിന്റെ സാധുവായ പാസ്പോർട്ട് വിവരങ്ങൾ നിർബന്ധമായും നൽകണം. രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞാൽ US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് കമ്പ്യൂട്ടർ അധിഷ്ഠിത നറുക്കെടുപ്പിലൂടെ, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ലോട്ടറി, അപേക്ഷകരെ തെരഞ്ഞെടുക്കും. അഡ്വാൻസ്ഡ് ഡിഗ്രി ഉള്ളവർക്ക് പ്രത്യേക മുൻഗണന ലഭിക്കുമെന്നത് ഈ വർഷം മുതലുള്ള മാറ്റമാണ്. മുൻപ് നിലവിലുണ്ടായിരുന്ന ലോട്ടറി സമ്പ്രദായത്തിന് പകരം ഇത്തവണ വെയ്റ്റഡ് സെലക്ഷൻ മോഡലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് ഉയർന്ന ശമ്പളവും മികച്ച യോഗ്യതയുമുള്ള പ്രൊഫഷണലുകൾക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ കൂടുതൽ മുൻഗണന ലഭിക്കും. തൊഴിൽ വിപണിയിലെ ആവശ്യകത അനുസരിച്ച് കഴിവുള്ള തൊഴിലാളികളെ ആകർഷിക്കാനാണ് ഈ മാറ്റമൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ വിവരങ്ങൾ മാർച്ച് അവസാനത്തോടെ ഓൺലൈൻ അക്കൗണ്ട് വഴി ലഭ്യമാകും. നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഒരു സെലക്ഷൻ നോട്ടീസ് നൽകും. ഈ നോട്ടീസ് ലഭിച്ചവർക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ, അതായത് സാധാരണയായി ഏപ്രിൽ 1 മുതൽ 90 ദിവസത്തിനുള്ളിൽ H1B വിസയ്ക്കുള്ള പൂർണ്ണമായ അപേക്ഷാ ഫോം സമർപ്പിക്കാം. പിന്നീടാണ് കമ്പനികൾ ഓരോ ഉദ്യോഗാർത്ഥികൾക്കും $1 ലക്ഷം ഫീസ് നൽകേണ്ടത്. ടെക്നോളജി, എഞ്ചിനീയറിംഗ്, ഫിനാൻസ്, ഹെൽത്ത് കെയർ എന്നീ മേഖലയിലുള്ളവർക്ക് ഇപ്പോഴും H1B വിസ തന്നെയാണ് US പ്രവേശിക്കാനുള്ള ഏക മാർഗം. US ഭരണകൂടം ഓരോ വർഷവും 85,000 H1B വിസകളാണ് അനുവദിക്കുന്നത്. ഇതിൽ 65,000 വിസകളാണ് പ്രത്യേക മേഖലയിൽ ബിരുദമുള്ള വിദേശികൾക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. ശേഷിക്കുന്ന 20,000 വിസകൾ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ബിരുദാനന്തര ബിരുദമോ ഉയർന്ന ബിരുദങ്ങളോ സ്വീകരിച്ചവർക്ക് വേണ്ടിയുള്ളതാണ്. എന്തായാലും H1B വിസയുടെ കാര്യത്തിൽ ഈ വർഷം മുതൽ അമേരിക്ക കൊണ്ടുവന്ന മാറ്റങ്ങൾ നടപ്പിലാവുകയാണ്. ഒരുപാട് പേർക്ക് ആശങ്കയുള്ളതാണ് H1B വിസയിലെ ഈ മാറ്റങ്ങൾ. കാരണം നമ്മുടെ നാട്ടിൽ ഈ H1B വിസ ആശ്രയിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്കറിയാം, വിദേശ പണം ഇന്ത്യയിൽ എത്തുന്നത് വലിയൊരു ആശ്വാസമാണ്. NRI മണി നമ്മുടെ ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗം എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ്. ഈ പറഞ്ഞ H1B വിസയുടെ ഗുണഭോക്താക്കളിൽ അധികവും ഇന്ത്യക്കാർ തന്നെയാണ്. അതുകൊണ്ടാണ് H1B വിസയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾക്ക് ഏറെ പ്രാധാന്യം ലഭിക്കുന്നത്. എന്തായാലും IT പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ളവർ H1B വിസയുടെ കാര്യത്തിൽ വലിയ ആശങ്കയിൽ തന്നെയാണ്.